NIA പ്രധാനപ്പെട്ട നിഗമനങ്ങൾ അതിലേക്കാണോ എന്നുള്ള ശ്രീ MS വേണുഗോപാൽ, NIA ഇന്നത്തെ പുറത്തു വരുന്ന നിഗമനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ടർക്കി, മലേഷ്യ, ഇറാൻ ഈ രാജ്യങ്ങളൊക്കെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ കശ്മീരി ഡോക്ടർമാർക്ക് ISI പൈസ കൊടുക്കുന്നുണ്ട്. ആ തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ആഗോള തരത്തിൽ പാകിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ജിഹാദ് എന്ന് പറയുന്നത് അത് പാകിസ്ഥാനുമായി കണക്ട് ചെയ്തിട്ടാണ് എന്ന് മുൻപ് വന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം നിൽക്കുന്ന ഒരു വിഷയം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് അപ്പുറത്ത് ഡോക്ടർ ഉമറിന്റെ വീട് ബുൾഡോസർ ഇട്ട് നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കടക്കുക. പ്രകോപിപ്പിക്കുകയാണോ വേണ്ടത്? അതാണോ ഇത് റൂട്ട് കോസിനുള്ള പരിഹാരം എന്നുള്ളൊരു ചോദ്യമില്ലേ? ഇതിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രഹസനം മാത്രമാണോ നടക്കുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ റൂട്ട് കോസ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത് ഒരിക്കലും തീവ്രവാദികളെ ന്യായീകരിക്കാനുള്ള ഒരു പഴുതായിട്ട് മാറരുത്. കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ 32 സ്ഥലത്ത്, അത് നിസ്സാരമായ സ്ഥലങ്ങളല്ല, നമ്മുടെ റെഡ് ഫോർട്ട് പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് പോലുള്ള സ്ഥലങ്ങൾ, വാരണാസി ക്ഷേത്രം പോലുള്ളത്, അയോധ്യ ക്ഷേത്രം പോലുള്ള സ്ഥലങ്ങൾ, അങ്ങനെ 32 സ്ഥലങ്ങളിൽ കാർ ബോംബ് ഇടിച്ച് കയറ്റി വലിയ ഒരു ആക്രമണം നടത്താനായിട്ട്, അതായത് ഒരു വിദേശ ആർമി ഇതിനകത്ത് കയറി ആക്രമിക്കുന്നതിന് സമാനമായൊരു ആക്രമണം. അതായത് 2008 മുംബൈയിൽ നടന്നത് 32 സ്ഥലങ്ങളിൽ നടന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലൊരു പ്ലോട്ട് ചിത്രീകരിക്കുന്ന ഒരാളെ നമ്മൾ അയാളുടെ വീട് തകർത്തു എന്ന് പറയുന്നത് അതൊരു സിമ്പൽ മാത്രമാണ്. അത് വെച്ചിട്ട് ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ഒരു മതവിഭാഗത്തിനും ദോഷം വരുന്ന ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചില സമയങ്ങളിൽ ചിലത് ഹാമർ ഉപയോഗിച്ച് അടിക്കേണ്ടത് ഹാമർ ഉപയോഗിച്ച് തന്നെ അടിക്കണം. അപ്പോൾ നമ്മൾ കൊട്ടു കൊടുത്താൽ പോരാ. നമ്മൾ പിള്ളേർക്ക് ചിലപ്പോൾ കൊട്ടു കൊടുത്താൽ മതി, ചുമ്മാ ഇടാൻ വന്നൊരു കൊട്ടു കൊടുത്താൽ മതി. പക്ഷെ ചിലതിന് നമ്മൾ ചുറ്റിക എടുത്ത് തന്നെ അടിക്കേണ്ടി വരും. ആ സന്ദർഭങ്ങൾ അതൊരു എക്സാമ്പിൾ മാത്രമാണ്. എന്ന് പറഞ്ഞ് ഇത് ലോകം മുഴുവൻ ഇതുപോലെ ചെയ്യാനല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർ വരുന്ന ഭീകരരെ മുഴുവൻ എങ്ങനെ ചെയ്യാനല്ല. ഒരു കൊടും ഭീകരൻ ഇതിന്റെ മുഴുവൻ നടത്തിയത്. കശ്മീരി യുവതയെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുകയാണ് എന്നുള്ളൊരു ആരോപണത്തിന് പുറത്തുകൂടിയാണ് ഈ മോട്ടീവ്. അപ്പോൾ ഈ ചിത്രം മറ്റെന്ത് വികാരമാണ് ഉണ്ടാക്കുക? ഇത് വെറും, അതായത് ഇന്നത്തെ സംഭവം മാത്രം നോക്കി ഇത് കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. 1946 ഇന്ത്യ വിഭജനം നടത്തിയപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇത്തരമൊരു പ്രദേശം ഉണ്ടാക്കിക്കൊടുത്ത് ഇന്ത്യ എന്നും ശിഥിലമായിരിക്കണമെന്ന് ബ്രിട്ടീഷുകാരൻ പ്ലാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, ഇന്നത്തെ അമേരിക്കക്കാരൻ്റെ അപ്പനാണ് ബ്രിട്ടീഷുകാരൻ, അവർ പ്ലാൻ ചെയ്തതാണ് ഈ ആസൂത്രണം മുഴുവൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയെ എങ്ങനെയാണ് അവർ വിഭജിക്കാൻ തീരുമാനിച്ചത്? ആദ്യം വിഭജിക്കാൻ തീരുമാനിച്ചത് മത അടിസ്ഥാനത്തിലാണ്. അതായത് എവിടെയൊക്കെയാണോ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുകയും കേസ് ഉയരുകയും ചെയ്ത വിഷയങ്ങൾ കേരളത്തിനകത്തുണ്ട്. അവിടെ വന്ന് ആ സ്ഥലത്ത് വന്ന് ആ വീട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ജനകീയ വികാരമായിരിക്കും ഉണ്ടാവുക? അതിനോട് യോജിക്കാൻ പറ്റുന്നു. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊരു വീടാണെന്ന്? അതൊരു ഭീകരവാദ ബോംബ് ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു മുറിയിൽ തന്നെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയുടെ 13-ാം നമ്പർ മുറിയിൽ തന്നെ കണ്ടെടുത്ത സാധനങ്ങളിൽ 20 ടൈം ബോംബുകൾ, 25ഓളം റിമോട്ടുകൾ, പിന്നെ ഇപ്പം നമ്മൾ കണ്ടെടുത്തത് 3000ഓളം സ്ഫോടക വസ്തുക്കൾ, ഇതൊക്കെ കണ്ടെടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടേ? ഡോക്ടർ മോഹൻ അതുപോലുള്ള കാര്യങ്ങൾ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഒരു നിയമവാഴ്ചയുണ്ട് എന്നാണ് താങ്കൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിലേക്കൊന്നും വന്നിട്ട് നിയമവാഴ്ച ആർക്കാണ്? അൺറൂളി ആയിട്ട് വരുമ്പം അവിടെ നമ്മൾ നിയമമാണോ നോക്കുക, അവനെ വെടിവെക്കാൻ നോക്കൂ. നമ്മുടെ ജനതയാണ്, പക്ഷേ നമ്മൾ വെടിവെക്കേണ്ടി വന്നാൽ വെടിവെക്കേണ്ടി. ഡോക്ടർ മോഹൻ വർഗീസ് ഒരു വരി. അപർണ, അത് വളരെ ഗൗരവം. ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും അവസാനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. തീവ്രവാദ ബന്ധമുള്ള ഭവനങ്ങൾ, അവിടെ താമസിക്കുന്നത് തീവ്രവാദത്തിന്റെ കൂട്ടും ഭീകരന്റെ പിതാവോ മാതാവോ സഹോദരങ്ങളോ ആയിരിക്കാം. അവരും ആ ഫാമിലിയുമായിട്ടൊന്നും ഒരു ബന്ധവും കാണില്ല. വർഷങ്ങളായിട്ട് ഈ ഭീകരൻ ഒരു ബന്ധവും കാണില്ല. അവരുടെ വീട്ടുകാർ തന്നെ പറയുന്നത് അവരെ കണ്ടില്ല. അതൊരു വെറുതെ പറയുന്നതാവാം. എങ്കിൽ പോലും വേണ്ട അന്വേഷണങ്ങൾ നടത്താതെ അവിടെ ആ വ്യക്തിയുടെ ഭവനം അവിടെ കേന്ദ്രീകരിച്ചതുകൊണ്ട് മാത്രം അവിടെ നിന്ന് ആയുധങ്ങൾ ഏറെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭീകര പരിശീലന കേന്ദ്രമാണെന്ന് ഉറപ്പിക്കാം.
ഇവിടെ തകർക്കപ്പെട്ട ആ വീട്ടിൽ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതായി നമുക്കിപ്പോൾ വിവരമില്ല. ഒരുപക്ഷെ രഹസ്യമായ ഇൻഫർമേഷൻ ഉണ്ടാകാം. നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക്, പോലീസിന് അത് നശിപ്പിച്ചവർക്ക് കൃത്യമായ വിവരം ലഭിച്ചിരിക്കാം. പക്ഷെ പൊതുസമൂഹത്തിൽ ഇപ്പോഴങ്ങനെ ഒരു വിവരമില്ല. ഇത് നൽകുന്ന ഒരു ഒപ്റ്റിക്സ് ഉണ്ട്. കാശ്മീർ ജനതയ്ക്ക് അവരുടെ ബന്ധുക്കളുണ്ട്, അടുപ്പക്കാരുണ്ട്, അവരെ എല്ലാം കൂടി ബ്രാക്കറ്റ് ചെയ്ത് ഭീകരരായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഒരു ഭീകരന്റെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും ചുറ്റുപാടുമുള്ള ആ ഗ്രാമത്തെ ആകമാനം ഈ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥതയ്ക്കെതിരെ അവരുടെ മനസ്സ് തിരിക്കാൻ മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങളാക്കൂ. അതുകൊണ്ട് പ്രധാനമായ കാര്യം, ആ വീട് ഇടിച്ചു നിരത്തിയാൽ ഒരു ഫിയർ സൈക്കോസ് ഉണ്ടാകും. കൂടുതൽ പേർ ഇതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിതാവിനെ മാതാവിനെ ഉൾപ്പെടെ ചിലപ്പോൾ അവരുടെ വീട് വരെ ഇടിച്ചു നിരത്തിക്കളയും എന്ന ഒരു പേടിയിൽ നിന്നും ഭീകരനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാം എന്നാണ് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന്റെ ഫലം അങ്ങനെ ആവണമെന്നില്ല നടക്കുന്നത്. കൂടുതൽ പേരെ ഭീകരതയിൽ ആകർഷ്ടരായി ഒരുപക്ഷെ വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഇന്ത്യ നിയമവാഴ്ചയുള്ള രാജ്യമാണ്. റൂൾ ഓഫ് ലോ ആണ് ഇവിടെ പ്രധാനം. അതാണ് ആ ആശങ്കയാണ് അഡ്രസ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ ആ വിഷയം എനിക്കൊന്നുകൂടെ പറയാം. നിയമവാഴ്ച ആരുടെ അടുത്താണ്? നിയമം പാലിക്കുന്നവരുടെ മുമ്പാകെയാണ്. എന്നെ ഒരുത്തൻ കുത്താൻ വരികയാണ്. ആ സമയത്ത് ഞാൻ നിയമവാഴ്ച പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നാൽ ഞാൻ വീട്ടുകാരെ ബോംബിട്ട് തകർത്തില്ല. ഓഫീസിൽ നിന്ന് തന്നെ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അയാളുടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് എന്നെ പറഞ്ഞില്ല എന്നുള്ളതല്ലേ പ്രശ്നം. അവിടെ എന്തൊക്കെ ശേഷമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. അത് പറ്റും. ഞാൻ ഷ്യാമിലേക്ക് ആ വിഷയം വരുന്നില്ല. എനിക്ക് BJP അതിനകത്ത് എടുക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു നിലപാട് എന്താണെന്ന് അറിയാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ആ ചോദ്യമല്ല ശ്യാം, എനിക്ക് ഉത്തരം വേണ്ടത്. നേരത്തെ പറഞ്ഞു ഇതിന്റെ ഇന്റലിജൻസിന്റെ വീഴ്ചയല്ല എന്ന് പറയുന്നിടത്ത് ഇന്ന് NIA പറഞ്ഞിരിക്കുന്നത് NCR ഒരു ഡോക്ടർ എഞ്ചിനീയർ സ്ലീപ്പർ സെൽ ഇപ്പോഴും ഉണ്ട്. അതാണല്ലോ 6ഓളം ഭീകരർ ഇപ്പോഴും ഉണ്ട് എന്നാണ് NIA ഇന്ന് തുറന്ന് സംഭവിച്ചിരിക്കുന്നത്. 11 വർഷം NDA ഭരിച്ചിട്ട് ഇപ്പോഴും ഡൽഹിയിൽ ഇങ്ങനെ ഒരു സെൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് റോയുടെ IBയുടെ ചരിത്രത്തിലെ ഒക്കെ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ അല്ലേ? അപർണ, ഈ ചോദ്യം എന്നോട് ചോദിക്കാതെ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ ഈ ചർച്ച ഇപ്പൊ ഏത് ആംഗിലോട്ടാ പോകുന്നത്? അതിന് ഉത്തരം ഞാൻ പറയണ്ടേ? അതല്ല ഇത് എന്നോട് ചോദിക്കാതെ ഉത്തരം ഞാൻ അത് BJP ഒരു രാഷ്ട്രീയപരമായിട്ട് നിലപാട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് അത് അപർണയ്ക്ക് അതുകൊണ്ട് അപർണ ചോദിക്കായിരിക്കും, എന്നെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും ശ്രമിക്കേണ്ടത്. BJP നിലപാട് പബ്ലിക്കിന് കേൾക്കണ്ടേ? അത് ശരി. ഇവിടെ വീട് ബുൾഡോസർ ഇട്ട് തകർക്കുമെങ്കിൽ ഇതിന്റെ ഉത്തരം കൂടെ പറയണം. വീട് ബുൾഡോസർ ഇട്ട് തകർത്തതിന് ഇതിന്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് പോകണം. അവിടെ നിൽക്ക്. അങ്ങനെ പിന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നു വേണ്ട പറഞ്ഞ. ഞാൻ മൊത്തം പറഞ്ഞിട്ടേ അവിടെ നിന്ന് പോകത്തുള്ളൂ. ഞാൻ ചർച്ചയ്ക്ക് വന്നല്ലേ, BJP റെപ്രസെന്റ് ചർച്ചയ്ക്ക് വന്നല്ലേ. ഇത് മൊത്തം പറഞ്ഞിട്ടേ പോകൂ. പക്ഷെ ഇതിന് എനിക്ക് തുടക്കത്തിൽ ഈ ചർച്ച പോകുന്നതിന്റെ ആംഗിൾ എനിക്ക് ഉത്തരം പറയണ്ടേ? എന്നിട്ട് ഞാനിത് പറയും. തുടക്കം വരെ ഞാൻ പറഞ്ഞാണല്ലോ, ഈ ചർച്ച എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നോക്ക്. രാജ്യം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടൊരു ഭീകരനെ കുറിച്ചിട്ടാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഈ മോഹൻ മുരളി സാറിന്റെ ചർച്ച നിരവധി കാണാൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഈ ഇതിനൊക്കെ എനിക്ക് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട് തകർത്തത് മോശം. ഏത് അദ്ദേഹം ഈ കാശ്മീരിലെ തീവ്രവാദികളെല്ലാം കാശ്മീരികളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ ചർച്ചയുടെ തീവ്രത്തിന് തെറ്റാണ്. കാശ്മീർ തീവ്രവാദി എന്ന് പറയുന്നത് കാശ്മീർ തീവ്രവാദിയാണ്. അവൻ കാശ്മീർ ജനതയെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഷഠനോട് ശാഠ്യമല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. ഇനി അവനെ നിയമത്തിന്റെ വഴിയിലോട്ട് തന്നെ കൊണ്ടുപോയോ നേരെയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു തീവ്രവാദിയോട് നിയമം പറഞ്ഞിട്ട് മോനെ നീ ഇങ്ങോട്ട് വന്നു